എനിക്ക് വരുന്ന ഒട്ടുമിക്ക രോഗികളിലും അവർക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, സാറേ വ്യായാമങ്ങൾ ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. വ്യായാമങ്ങൾ ഞങ്ങൾ തീരെ ചെയ്യാറില്ല, മരുന്നുകളെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ആളുകൾ സ്വയം മരുന്നുകൾ വാങ്ങിക്കഴിക്കുന്നു വേദനകൾ വരുമ്പോൾ, ഇല്ലേ? ഹോസ്പിറ്റലിൽ പോലും പോവാത്ത പല ആൾക്കാരുണ്ട്. ഫാർമസി ചെന്ന്, മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് മരുന്ന് വാങ്ങി കഴിക്കുന്നു. ഏകദേശം വേദന കുറയാനുള്ള മരുന്നുകൾ ഏതാണെന്നൊക്കെ അവർക്കറിയാം, അത് വാങ്ങി കഴിക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ഷോൾഡർ പെയിൻ മാറാൻ അവർ ഗുളിക കഴിക്കുന്നു, വേദന കുറഞ്ഞതുപോലെ തോന്നും. പക്ഷേ അവിടെ ചലനങ്ങളൊന്നും നടക്കുന്നില്ല. ഇത് അവരുടെ സ്റ്റിഫ്നെസ് കൂട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കുന്നതിനൊപ്പം തന്നെ ഈ വ്യായാമങ്ങൾക്കും പ്രാധാന്യം കൊടുത്താൽ മരുന്നുകളുടെ ഉപയോഗം കുറയ്ക്കാൻ സാധിക്കും. മനസ്സിലായോ? നമ്മുടെ സ്ഥിരമായുള്ള ജോയിൻ്റ് സന്ധികളുടെ ചലനങ്ങളിലൂടെ അതിൻ്റെ സുതാര്യത നിലനിർത്താൻ സാധിക്കും. ഇവയെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. കാരണം അമിതമായുള്ള വേദന സംഹാരികൾ ഉപയോഗിക്കുന്നത് കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്, ഇല്ലേ? നമ്മൾ വ്യായാമം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത നിങ്ങൾ വളരെയധികം അറിഞ്ഞിരിക്കണം. ഫ്രോസൺ ഷോൾഡറുമായി, അതായത് കൈ ഉയർത്തുന്നതിനും പുറകിലേക്ക് എടുക്കുന്നതിനും ബുദ്ധിമുട്ടുമായി വരുന്ന എല്ലാ രോഗികൾക്കും തന്നെ നമുക്ക് രോഗസൗഖ്യം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? ആദ്യഘട്ടത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ വേദനകൾ സഹിച്ചിട്ടായാലും അവർ ചലനങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു, ഇല്ലേ? അപ്പോൾ സ്റ്റിഫ്നെസ് എന്ന അവസ്ഥയിലേക്ക്, അതിന് സന്ധികളുടെ മുറുക്കം എന്ന അവസ്ഥയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചലനങ്ങൾ പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നതനുസരിച്ച് അത് പൂർവ്വസ്ഥിതിയിലാകുന്നു. എൻ്റെ പേര് ബിനിൽ ചാക്കോച്ചൻ. ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റാണ്. പ്രീമിയർ ഹെൽത്ത് കെയർ ഫിസിയോതെറാപ്പി സെൻറ്ററിൻ്റെ ഫൗണ്ടർ ആൻഡ് ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റാണ്. നമുക്ക് അനേകം രോഗികൾ ഫ്രോസൺ ഷോൾഡർ എന്ന അവസ്ഥയിലൂടെ വരാറുണ്ട്. അവർക്കൊക്കെ നമ്മൾ പൂർണ്ണമായും ചലനങ്ങൾ പുനഃസ്ഥാപിച്ചു കൊടുക്കാറുണ്ട്. കാരണം അവർ പോകുന്ന സമയത്ത് പറയും, ഇത്രയും അധികം സ്റ്റിഫ്നെസ് ഉണ്ടായ ജോയിൻ്റ് ഇത്ര ലൂസാവുന്ന പോലെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല എന്ന് പറയും. അത് നമ്മുടെ റിവ്യൂസൊക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഫിസിയോതെറാപ്പി ഒരു നല്ല ബെസ്റ്റ് ഓപ്ഷനാണ്. മരുന്നുകൾ കുറച്ചുകൊണ്ട് തന്നെ വ്യായാമങ്ങൾ ചെയ്യാനുള്ളൊരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഫിസിയോതെറാപ്പി. അപ്പോൾ നല്ല നല്ല സർട്ടിഫൈഡ് ആയിട്ടുള്ള ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ അടുത്ത് തന്നെ നിങ്ങൾ ചികിത്സാ സഹായം തേടേണ്ടതാണ്. ഓർത്തോപെഡീഷ്യൻ്റെ കൺസൾട്ടേഷനും നല്ലതാണ്. മരുന്നുകൾ സ്വയം വാങ്ങിക്കഴിക്കുന്ന ശീലം ഒട്ടും നല്ലതല്ല. മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊരു മെഡിക്കൽ പ്രാക്ടീഷണറുടെ അറിവോടുകൂടി ആയിരിക്കണം. ഫിസിയോതെറാപ്പിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റുമായി ബന്ധപ്പെട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫിസിയോതെറാപ്പിസ്റ്റിനെ തന്നെ കൺസൾട്ട് ചെയ്ത് വിവരങ്ങൾ അറിഞ്ഞ് ചെയ്യേണ്ടതാണ്. ഈ പുറയിലേക്ക് കൊണ്ടുവന്നേ. ആ അത്ര വന്നുള്ളൂ അല്ലേ? കൈ പുറയിലേക്ക് കൊണ്ടുവരുന്നില്ല. ഓക്കെ ഓക്കെ. തലയുടെ പുറയിലേക്ക് കൊണ്ടുവന്നേ കൈ. ഓക്കെ. ഇനി പുറയിലേക്ക് കൊണ്ടുവന്നേ. ആ മതി മതി. ഓക്കെ ഓക്കെ മതി. താഴത്തേക്ക് കൊണ്ടുവന്നിട്ട് ഓക്കെ. ഇനി പുറകിലേക്ക് കൊണ്ടുവന്നേ. പുറകിലേക്ക് ഓക്കെ ഓക്കെ. അത്ര അധികം തിരിയണം അല്ലേ? ഓക്കെ. അതും പിന്നെ വേദനയുണ്ടല്ലേ? ഇപ്പോൾ കൈ പുറകിലേക്ക് നന്നായിട്ടായിട്ട് ഇരിക്കുന്നത് അറിയണ്ടോ? കഴുത്ത് നേരെ നിവർത്തി പിടിച്ച്. ഓക്കെ. അപ്പോൾ ഈ പൊസിഷൻ നമ്മൾ ഹോൾഡ് ചെയ്ത് നിർത്തണം കേട്ടോ കുറച്ച് സമയത്തേക്ക്. ഓക്കെ ഓക്കെ. മുമ്പത്തെല്ലാം കൈ ഉള്ളിലോട്ട് നിൽക്കുന്ന അറിയണ്ടോ? മുകളിലോട്ട്. ഓക്കെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.